ഹായ് നമസ്കാരം, എൻ്റെ പേര് അഭിനവ്. അപ്പോൾ നമ്മൾ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി അപവർത്തനത്തിൻ്റെ അകത്തുള്ള വിലയിരുത്താമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഒരു പാർട്ട് കൊണ്ട് എന്തായാലും തീരാൻ സാധ്യതയില്ല. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാഠമാണ്. അങ്ങനെയാണെങ്കിൽ 2-3 പാർട്ടായിട്ട് വരിക. എന്തായാലും ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒന്നും കൂടെ ഓർമ്മപ്പെടുന്നത്, വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ശരി, പോട്ടെ. ഒന്നാമത്തെ ചോദ്യം, AB എന്നീ മാധ്യമങ്ങളിലൂടെ പ്രകാശരശ്മി കടന്നു പോകുന്ന രേഖാചിത്രം തന്നിരിക്കുന്നു. അപ്പോൾ ഒരു ചിത്രം തന്നിട്ടുണ്ട്. 2 മാധ്യമങ്ങളാണ്, A എന്ന മാധ്യമം, ഇത് B എന്ന മാധ്യമം. എയിൽ നിന്ന് ബിയിലേക്ക് പ്രകാശരശ്മി കടന്നു പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതിന് ഒരു ചെറിയ വളവ് അല്ലെങ്കിൽ അപവർത്തനം, നമ്മൾ അപവർത്തനം പഠിച്ചില്ലേ, അപവർത്തനം സംഭവിച്ചതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, AB എന്നീ മാധ്യമങ്ങളിൽ ഏത് മാധ്യമത്തിലായിരിക്കും പ്രകാശവേഗം കുറവ്? അപ്പോൾ പ്രകാശവേഗം കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രകാശവേഗം കുറഞ്ഞ മാധ്യമത്തിലായിരിക്കും പ്രകാശവേഗം കൂടുതൽ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ചുമ്മാ ഞാനൊരു ലംബം വരച്ചിട്ടുണ്ട്. അപ്പോൾ ലംബം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നാമത്തേൽ നിന്ന് അല്ലെങ്കിൽ എയിൽ നിന്ന് ലംബം ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. എന്തായാലും എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ബിയിലെത്തുമ്പോഴാണ് അത് ലംബത്തിനോട് കൂടുതൽ അടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിക്കായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ. പ്രകാശിക സാന്ദ്രതയാണ്, മറ്റേ സാന്ദ്രതയായിട്ട് ഇനി വലിയ ബന്ധമൊന്നുമില്ല. പ്രകാശിക സാന്ദ്രത കൂടുതൽ ബിയിലാണ്. നമ്മളുള്ള ചോദ്യം അതല്ല, പ്രകാശവേഗം കുറവ് എവിടെയാണ്? പ്രകാശവേഗം കുറഞ്ഞ സ്ഥലത്തായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടിയ ബിയിൽ തന്നെയായിരിക്കും പ്രകാശവേഗം കുറവ്. അപ്പോൾ ഉത്തരം എന്ത് വരും? ബി. ഇനി ബി ക്വസ്റ്റ്യൻ, ഇവയിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഏതായിരിക്കും? ഉത്തരം സാധൂകരിക്കുക. നമ്മളിപ്പോൾ പ്രകാശവേഗം കുറവ് എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രകാശവേഗം കുറവ് ബിയിലാണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ബിയിൽ പ്രകാശവേഗം കുറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലംബത്തിനോട് അവിടെ അടുത്ത് വരുന്നതായിട്ട് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടിയത് കൊണ്ടാണ് പ്രകാശവേഗം കുറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉത്തരം അതിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിച്ച മെത്തേഡ് തന്നെയാണ്, അത് ബി തന്നെയാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ. ഉത്തരം സാധൂകരിക്കുക എന്ന് പറഞ്ഞാൽ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എയിൽ നിന്ന് ബിയിലേക്ക് പ്രകാശരശ്മി പോകുമ്പോൾ അത് ബിയിൽ വെച്ചിട്ട് ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. ലംബത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടിയ സ്ഥലത്തേക്ക് വരുമ്പോഴാണ് അടുക്കുക. അപ്പോൾ അങ്ങനെ വരും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കുക. പതനകോണും അപവർത്തനകോണും അടയാളപ്പെടുത്തുക. ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒരു പ്രകാശരശ്മി വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഏറോ മാർക്ക് ശ്രദ്ധിക്കണം. ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ്. ആ പതിക്കുന്ന സ്ഥാനത്ത് വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ ഒരു ലംബവും വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അപവർത്തനം സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇങ്ങോട്ട് സംഭവിക്കുമോ എന്നുള്ളത് മാത്രമേ നോക്കേണ്ടുള്ളൂ. അപ്പോൾ ജലത്തിലാണോ ഗ്ലാസ്സിലാണോ പ്രകാശിക സാന്ദ്രത കൂടുതൽ? അപവർത്തന രശ്മി വരയ്ക്കുമ്പോൾ പ്രകാശിക സാന്ദ്രത നോക്കിയിട്ടേ വരയ്ക്കാവൂ. പ്രകാശിക സാന്ദ്രത കൂടുതൽ ഉറപ്പായിട്ടും ജലവും ഗ്ലാസും വെച്ച് നോക്കുമ്പോൾ ഗ്ലാസ്സിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ്സിനോട് അടുത്ത് വരാൻ, ഗ്ലാസ്സിലെ ഭാഗത്തുള്ള ലംബത്തിന് അടുത്ത് വരാനേ മൂപ്പര് നോക്കുകയുള്ളൂ, പ്രകാശരശ്മി നോക്കുകയുള്ളൂ. ജലത്തിന് പ്രകാശിക സാന്ദ്രത കുറവും ഗ്ലാസ്സിന് പ്രകാശിക സാന്ദ്രത കൂടുതലും. അപ്പോൾ കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയതിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ലംബത്തിനോട് അടുക്കും. ഈ രീതിയിലാണ് ചിത്രം വരിക. ഇതിലെന്ത് വേണം ഇനി? പതനകോണും അപവർത്തന കോണും അടയാളപ്പെടുത്തണം. പതനകോണിന് I എന്നും അപവർത്തന കോണിന് R എന്നുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ളതാണ് പതനകോൺ. ഇതാണ് പതനരശ്മി, ഇതാണ് ലംബം. അതിനിടയിലുള്ള കോണ് ഇതാണ് I എന്ന് പറയുന്ന പതന കോണ്. ഇനി വേണ്ടത് അപവർത്തന കോണല്ലേ. അപവർത്തന കോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപവർത്തന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണ്. അപവർത്തന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണ്
അത് ഈ ഒരു കോണാണ്. ഇത് R എന്ന് അടയാളപ്പെടുത്തുക. R ചെറിയ അക്ഷരം R. ഇപ്പോൾ രണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നേരെ അടുത്ത ചോദ്യത്തിലേക്ക്. പ്രകാശം മാധ്യമം എക്സിൽ നിന്ന് മാധ്യമം വൈയിലേക്ക് കടന്നു പോകുന്നു. മാധ്യമത്തിൻ്റെ പേര് ഗ്ലാസ്, വജ്രം, ഡയമണ്ട് അങ്ങനെ ഒന്നും തരാണ്ട് എക്സ് വൈ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയോ 2 മാധ്യമങ്ങൾ. ശരി, കടന്നു പോകുന്നു. ഇവിടെ പതനകോണിനേക്കാൾ കൂടുതലാണ് അപവർത്തന കോൺ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ഉത്തരത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന പോയിന്റ്. ഇവിടെ പതനകോൺ അപവർത്തന കോണിനേക്കാൾ കൂടുതലാണ്. എക്സ് വൈ ഇവയിൽ ഏത് മാധ്യമത്തിലായിരിക്കും പ്രകാശത്തിന് വേഗം കൂടുതൽ? അപവർത്തനാങ്കം കൂടിയ മാധ്യമം ഏതായിരിക്കും? പ്രകാശപാത ചിത്രീകരിക്കുക. സത്യത്തിൽ ഈ പ്രകാശപാത ചിത്രീകരിച്ചാലാണ് ഇത്രയും ചോദ്യങ്ങൾ ചെയ്യാൻ എളുപ്പം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ചുമ്മാ ഒന്ന് വരച്ച് നോക്കുന്നു. 2 മാധ്യമം എക്സും വൈയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു വിഭജന തലം ഉണ്ടാവും. ഇങ്ങനെ വരയ്ക്കുന്നത്. മേലെയുള്ളതിനെ എക്സ് ആയിട്ടും വെറുതെ മേലെയുള്ളതിനെ എക്സ് ആയിട്ടും താഴെയുള്ളതിനെ വൈ ആയിട്ടും ചിത്രീകരിക്കുന്നു. ഇനി അപ്പോൾ ഇവർ പറഞ്ഞ പോലെ എക്സ് എന്ന മാധ്യമമായി വൈ എന്ന മാധ്യമമായി. ഇനി ഇവിടെ പതനകോണിനേക്കാൾ കൂടുതലാണ് അപവർത്തന കോൺ. എക്സിൽ നിന്ന് വൈയിലേക്ക് പ്രകാശം കടന്നു പോകുന്നുണ്ട്. എക്സിൽ നിന്ന് വൈയിലേക്ക് എന്തായാലും കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു പതനരശ്മി കിട്ടിയാൽ അപ്പോൾ തന്നെ അവിടെ ഒരു ലംബം വരച്ചേക്ക് കേട്ടോ. അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ലംബം വരച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ ലംബം വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്. ഇവിടെ പതനകോണിനേക്കാൾ കൂടുതലാണ് അപവർത്തന കോൺ. പതനകോൺ എന്ന് പറഞ്ഞാൽ ഇത്. അതിനേക്കാൾ കൂടുതലാണ് അപവർത്തന കോൺ വരേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും ലംബത്തിൽ നിന്ന് അകന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. വരച്ചത് കുറച്ചൊന്ന് വളഞ്ഞു വരുന്നുണ്ട്. ലംബത്തിൽ നിന്നും അകന്നിട്ട് വേണം പോകാൻ. എന്നാൽ മാത്രമല്ല ഈ കോണ് വലുതായിട്ട് വരുള്ളൂ. അപവർത്തന കോണ് വലുതായി വരുള്ളൂ. ശരിയാ? അപ്പോൾ റെഡി. നമ്മുടെ ചിത്രം ഏകദേശം ഇങ്ങനെ വരും. ഇനി ഈ ചിത്രത്തിൻ്റെ ബേസ് ആയിട്ട് എന്ത് ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. എക്സ് വൈ ഇവയിൽ ഏത് മാധ്യമത്തിലായിരിക്കും പ്രകാശത്തിന് വേഗം കൂടുതൽ? പ്രകാശത്തിന് വേഗം കൂടണമെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറയണം. പ്രകാശിക സാന്ദ്രത കുറയാന്ന് പറഞ്ഞാൽ ലംബത്തിൽ നിന്ന് അകലുക. അങ്ങനെ ഈ ഏത് ഭാഗത്തിലാണ് ലംബത്തിൽ നിന്ന് ഏറ്റവും അകന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വൈ എന്ന മാധ്യമത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രകാശിക സാന്ദ്രത കൂടുതലും പ്രകാശവേഗം കുറവുമായിരിക്കും. അപ്പോൾ ഉത്തരം ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പ്രകാശത്തിന് വേഗം കൂടുതൽ എവിടെയാണെന്ന് വെച്ചാൽ അത് വൈ എന്ന മാധ്യമത്തിൽ. ഇനി അപവർത്തനാങ്കം കൂടിയ മാധ്യമം ഏതായിരിക്കും? നമുക്കറിയാം അത് ഉറപ്പായിട്ടും അത് എക്സ് ആയിരിക്കും. പ്രകാശിക സാന്ദ്രത കൂടുതൽ എക്സിലാണ്, പ്രകാശവേഗം കുറവ് എക്സിലാണ്. അങ്ങനെയാണെങ്കിൽ അപവർത്തനാങ്കം കൂടിയത് എവിടെയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അത് എക്സിൽ തന്നെ. റെഡി. പ്രകാശപാത ചിത്രീകരിക്കുക. നമ്മൾ നേരത്തെ റഫായിട്ട് വരച്ച ചിത്രനും ഇതൊന്ന് തിരിച്ച് മാറ്റി കുറച്ചൊന്ന് വൃത്തിയിലേക്ക് വരച്ച് വെക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ സി ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണോ ആദ്യം ചെയ്തിട്ടുള്ളത്. പോട്ടെ. ശരി, ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. വിവിധ മാധ്യമങ്ങളുടെ അപവർത്തനാങ്കം തന്നിരിക്കുന്നു. ഓക്കെ. ക്രൗൺ ഗ്ലാസ്, ഗ്ലിസറിൻ, സൺഫ്ലവർ ഓയിൽ, ജലം, ഫ്ലിൻറ്റ് ഗ്ലാസ്. അതിലാകെ നമ്മൾ ഇത്രയും നേരം ജലത്തിൻ്റെ കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. കുഴപ്പമില്ല. ഏത് മാധ്യമമായാലും അത് എക്സ് ആയാലും വൈ ആയാലും ഗ്ലിസറിൻ ആയാലും സൺഫ്ലവർ ഓയിലായാലും ഒന്നും ഒരു പ്രശ്നമില്ല. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാനറിയാം. ഇനി ഈ പട്ടികേനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 1, 2, 3 ചോദ്യങ്ങൾ. 1ാമത്തെ ചോദ്യം. പ്രകാശം ഏത് മാധ്യമത്തിലൂടെയാണ് ഏറ്റവും കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? അപ്പോൾ അപവർത്തനാങ്കം തന്നിട്ടുള്ള അപവർത്തനാങ്കവും പ്രകാശ വേഗവും തമ്മിലുള്ള ബന്ധം അറിയെങ്കിൽ മാത്രമേ ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. അപവർത്തനാങ്കം കൂടുമ്പോൾ പ്രകാശ വേഗം കുറയും. അപവർത്തനാങ്കം കൂടുമ്പോൾ പ്രകാശവേഗം കുറയും. നേരത്തെ പഠിച്ച ആ പോയിന്റ് മനസ്സിൽ വേണേ. അപവർത്തനാങ്കം കൂടുമ്പോൾ പ്രകാശവേഗം കുറയും. അപ്പോൾ പ്രകാശവേഗം ഏറ്റവും കൂടിയത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രകാശവേഗം കൂടിയത് എന്ന് പറയുമ്പോൾ അപവർത്തനാങ്കം ഏറ്റവും കുറഞ്ഞത് എവിടെയാണെന്ന് നോക്കിയാൽ മതി. അപവർത്തനാങ്കം ഏറ്റവും കുറഞ്ഞത് ഏതാ? 1.5 ഉണ്ട്, 1.4 ഉണ്ട്, 1.4, 1.3, 1.6. അതിൽ അപവർത്തനാങ്കം ഏറ്റവും കുറഞ്ഞ ഭാഗത്തായിരിക്കും പ്രകാശവേഗം ഏറ്റവും കൂടുതൽ. അപവർത്തനാങ്കം ഏറ്റവും കുറവ് 1.3. അപ്പോൾ ജലത്തിലായിരിക്കും തന്നിട്ടുള്ള മാധ്യമങ്ങളിൽ ജലത്തിലായിരിക്കും പ്രകാശവേഗം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ ഉത്തരം ജലം. 2ാമത്തെ ചോദ്യം. ഗ്ലിസറിൽ നിന്ന് സൺഫ്ലവർ ഓയിലിലേക്ക് ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. കാരണം വിശദമാക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മായ്ച്ചേക്കാം.
അപ്പോൾ ഗ്ലിസറിനിൽ നിന്ന് സൺഫ്ലവർ ഓയിലിലേക്ക് പോകണം. ഗ്ലിസറിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് പേരുടെയും അപവർത്തനാങ്കം സെയിമ 1.47 തന്നെയാണ് ഗ്ലിസറിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയും. നോക്ക്, പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യത്യാസം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അപവർത്തനം സംഭവിക്കുമോ എന്നുള്ള ഒരു ചോദിച്ചിട്ടുള്ളത്. അപവർത്തനത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നു പോകണം. പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം വേണം. പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം ഇല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കില്ല. ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് പേരുടെയും ഗ്ലിസറിൻ്റെ ആയാലും സൺഫ്ലവർ ഓയിലിൻ്റെ ആയാലും സെയിം ആണ് അപവർത്തനാങ്കം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല, പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യത്യാസം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇല്ല എന്ന് പറയാം. നോ. സി, ഗ്ലാസിൽ നിന്ന് പട്ടികയിൽ സൂചിപ്പിച്ച ഓരോ മാധ്യമത്തിലേക്കും പ്രകാശം കടത്തിവിടപ്പെടുന്നു. ഓരോന്നിലേക്കും ഗ്ലാസിൽ നിന്ന് ക്രൗൺ ഗ്ലാസ്സിലേക്ക്, ഗ്ലാസിൽ നിന്ന് ഗ്ലിസറിനിലേക്ക്, ഗ്ലാസിൽ നിന്ന് സൺഫ്ലവർ ഓയിലിലേക്ക് എന്നുള്ള രീതിയിൽ കടത്തിവിടുന്നു. പോട്ടെ. എന്നിട്ട് 30 ഡിഗ്രി കോണിലാണ് പ്രകാശം പതിക്കുന്നതെങ്കിൽ ഏത് മാധ്യമത്തിലായിരിക്കും അപവർത്തന കോൺ ഏറ്റവും കൂടുതൽ? എന്തുകൊണ്ട്? ഓർക്കുക, 30 ഡിഗ്രിയിലാണ് ഗ്ലാസിൽ നിന്ന് പ്രകാശം പോകുന്നത്. ആൻസർ ഏതായിരിക്കും വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വാട്ടർ, നമ്മുടെ ജലം തന്നെയാണ് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലത്തിനാണ് ഏറ്റവും അപവർത്തനാങ്കം കുറവ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. റെഡി? ജലത്തിനാണ് ഏറ്റവും അപവർത്തനാങ്കം കുറവ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, ചിത്രം നിരീക്ഷിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിത്രം നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, നോക്കി. രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശരശ്മി പതിക്കുന്നതായി ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. എ ക്വസ്റ്റ്യൻ, ഏത് മാധ്യമത്തിലാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ? എന്തുകൊണ്ട്? ഏത് മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കമാണ് കൂടുതൽ? ഒന്നാമത്തെ ചോദ്യം, ഏത് മാധ്യമത്തിലാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ? പ്രകാശിക സാന്ദ്രത ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ പ്രകാശിക സാന്ദ്രതയാണോ വേഗമാണോ അപവർത്തനാങ്കമാണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോയി, ചിലപ്പോൾ. അപ്പോൾ ഏത് മാധ്യമത്തിലാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടന്നു വരുമ്പോൾ അത് ലംബത്തോട് അടുക്കും. അപ്പോൾ ലംബത്തോട് അടുത്ത് കിടക്കുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. അടുത്ത് കിടക്കുന്ന പറഞ്ഞാൽ കോണ് കുറവായിരിക്കും. അതേതാണെന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കുമ്പോൾ മേലെ 40 ഡിഗ്രിയും താഴെ 20 ഡിഗ്രിയും. അപ്പോൾ വായുവിനേക്കാൾ പ്രകാശിക സാന്ദ്രത കൂടുതൽ മാധ്യമം ഒന്നിലാണ്. പിന്നെ 20 ഡിഗ്രി അല്ലേ? ഇപ്പുറം നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ 40 ഡിഗ്രി പിന്നെ 30 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കോണ് വരുന്നത് 20 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ മാധ്യമം ഒന്നിലായിരിക്കും. മാധ്യമം 1, മീഡിയം 1. ഏത് മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കമാണ് കൂടുതൽ? അടുത്ത ചോദ്യം. അപവർത്തനാങ്കം കൂടുതൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീഡിയം 1 തന്നെയായിരിക്കും. കാരണം അപവർത്തനം കൂടുതൽ സംഭവിച്ചാൽ അവിടെയല്ലേ അപവർത്തനം കൂടുതൽ സംഭവിച്ചാൽ, അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റിനെ പിടിച്ച് വളച്ച് വെച്ചിട്ടുള്ളത് മാധ്യമം 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ മാധ്യമം 1 തന്നെയായിരിക്കും അപവർത്തനാങ്കം കൂടുതൽ. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. പൂർണ്ണാന്തര പ്രതിപതനം സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പൂർണ്ണാന്തര പ്രതിപതനം സൂചിപ്പിക്കുന്ന ചിത്രം. പൂർണ്ണാന്തര പ്രതിപതനം സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത് അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലുള്ള ആകെ ഒറ്റ ചിത്രം മാത്രമേ ഉള്ളൂ. അത് ഒന്നാമത്തെ ചിത്രമാണ്. നമ്മൾ റിഫ്ലക്ടർ, സൈക്കിളിൻ്റെ റിഫ്ലക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ലേ, ആ ചിത്രം തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം അപവർത്തനമായിട്ട് ബന്ധമില്ല, പൂർണ്ണാന്തര പ്രതിപതനമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്ക്. അപവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെ? അപവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഒന്ന് ഇത്. അതായത് ബിയും സിയും അപവർത്തനത്തെ സൂചിപ്പിക്കുന്നു. എ ചിത്രം മാത്രം പൂർണ്ണാന്തര പ്രതിപതനത്തെ സൂചിപ്പിക്കുന്നു. ഈ ചിത്രമൊക്കെ പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ലാബിലൂടെയുള്ള അപവർത്തനം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ചിത്രമില്ലേ നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ, അത് ചിലപ്പോൾ ഇങ്ങനെ കുത്തനായിരിക്കും ഗ്ലാസ് ലാബ് വെച്ചിട്ടുണ്ടാവുക, ഇവിടെ വിലങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ചിത്രം. പോട്ടെ. ഇനി അടുത്ത ചോദ്യം. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. തന്നിരിക്കുന്നതിൽ ഏത് പതന കോണിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന് പൂർണ്ണമായും
പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുക. പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കണമെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം, ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ 42 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതിലും കൂടിയ കോണളവിൽ വരുമ്പോൾ മാത്രമേ ഗ്ലാസ്സിൽ അപവർത്തനം സംഭവിക്കാതെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ 42 ഡിഗ്രിയിൽ കൂടുതൽ വന്ന കോൺ ഏതാണെന്ന് നോക്കാം. 40 42-നേക്കാൾ കൂടുതലല്ല, 49 42-നേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 49 ഡിഗ്രിയിൽ വരുമ്പോഴാണ്, തന്നിരിക്കുന്നതിൽ 49 ഡിഗ്രിയിൽ വരുമ്പോഴാണ് പൂർണ്ണാന്തര പ്രതിപതനം ഗ്ലാസ്സിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആൻസർ 49, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, മോട്ടോർ സൈക്കിളിൻ്റെ റിഫ്ലക്ടറുകളിൽ അനേകം ചെറിയ പ്രിസങ്ങൾ കാണാൻ കഴിയും. സൈക്കിളിൻ്റെ റിഫ്ലക്ടറിലും കാണാൻ കഴിയും. ഇവ ഉള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് വിശദമാക്കുക. ഒരു അധികം വലിയ ഒരു അലമ്പൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ അല്ല തന്നിരിക്കുന്നത്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും അലമ്പില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ ഒക്കെ ബേക്കിൽ എന്തുണ്ടാവും? ബേക്കിലും അല്ലെ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ചെറിയ പ്രിസങ്ങൾ വെച്ച പോലെ, കുഞ്ഞി പ്രിസങ്ങൾ വെച്ച പോലെയുള്ളൊരു സെറ്റപ്പ് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് രാത്രിയൊക്കെ പോകുമ്പോൾ ഇതിലേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും ഒരു വണ്ടീൻ്റെ ലൈറ്റ് അടിച്ചാൽ ഇത് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് അതിനെ റിഫ്ലക്ടർ എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണാന്തര പ്രതിപതനമാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പൂർണ്ണാന്തര പ്രതിപതനം തന്നെയാണ് റിഫ്ലക്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. സൈക്കിളിൻ്റെ, മോട്ടോർ സൈക്കിളിൻ്റെ ഒക്കെ ഉള്ളിലുള്ള റിഫ്ലക്ടറിൽ നടക്കുന്ന പ്രതിഭാസം, പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിപതനം. അങ്ങനെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നതുകൊണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ നമ്മളെ ബേക്കുന്നൊരു വണ്ടി വരിക, നമ്മളിപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ പോകുന്നു, ബേക്കുന്നൊരു വണ്ടി വരികയാണെങ്കിൽ മുന്നിൽ നമ്മളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ പോകുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേക്കിൽ വരുന്ന വണ്ടീൻ്റെ ലൈറ്റ് കൊണ്ടുള്ള ലൈറ്റ് വന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലുമൊക്കെ ഉള്ള ലൈറ്റ് വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വണ്ടീനെ നോട്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ്. ഇനി 9ാമത്തെ ചോദ്യം. 9, 10, 11 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഒരു ചോദ്യം വെച്ചിട്ട് തൽക്കാലം ഇവിടെ വെച്ച് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. ബാക്കി അടുത്ത ഒരു വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. റെഡി? അപ്പോൾ താങ്ക് യു.